നമ്മുടെ അൻവർക്കായ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് അമ്പൂക്ക. യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്ന് അമ്പൂക്കയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കണക്കും അവകാശവാദവും വീരവാദവും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് 50 പൈസ കുറവുള്ളിക്ക എന്നുള്ള തരത്തിലാണ്. 50 പൈസ കുറവെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് പല സ്കില്ലുകളുണ്ട്. ഈ ലോജിക്കൽ സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ, അതുപോലെ തന്നെ റീഡിങ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. അതിൽ ഈ 50 പൈസ വീതം ലോജിക്കൽ സ്കില്ലിലും അനലിറ്റിക്കൽ സ്കില്ലിലും വീക്കാണ് അമ്പൂക്ക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ വണ്ടൂരിലെ MLA ആയ AP അനിൽകുമാർ ഇനി നിയമസഭ കാണില്ലെന്നും അത് കാണിക്കാതിരിക്കാനുള്ള ശ്രമം പുള്ളി തുടങ്ങിയെന്നുമൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഒരുമാതിരി വക്കിടിഞ്ഞ് ആൻഡ് കുഴിയുടെ നടുവിലായി നിൽക്കുന്ന അമ്പൂക്ക ആണ് വളരെ ശാന്തവും സൗമ്യവുമായി ഒരു അഹങ്കാരവും അവകാശവാദവും ധിക്കാരവും ഒന്നുമില്ലാതെ സൗമ്യമായി ഈ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകനായ AP അനിൽകുമാർ എന്ന് പറയുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റിനെക്കുറിച്ച് ഇത് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു താരതമ്യം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ചില കുട്ടികൾക്ക് ഈ ഐസ്ക്രീം തിന്നാൻ കൊണ്ട് കൊടുക്കുമല്ലോ. ഐസ്ക്രീം കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായി ആ ഐസ്ക്രീം കഴിച്ചിട്ട് ചിരിച്ച് സന്തോഷത്തോടിരിക്കുന്ന ചിലരുണ്ട്. ചില കുട്ടികളാണെങ്കിൽ ഈ ഐസ്ക്രീം കൊണ്ട് കൊടുക്കുന്നത് തന്നെ വായിലും തൂത്ത്, മുഖത്തും തൂത്ത്, തലവഴിയെ തൂത്ത്, ഉടുപ്പിലും തൂത്ത്, ഈ കൊണ്ട് കൊടുത്ത അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണെങ്കിൽ അച്ഛൻ്റെ ഉടുപ്പിലും പാൻറ്റിലും എല്ലാം കംപ്ലീറ്റ് പുരട്ടി ഇങ്ങനെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അമ്പൂക്കയുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അമ്പൂക്ക 2 ടേം MLA ആയി. ആ MLA ആയതോടുകൂടി അമ്പൂക്കായും കുഴഞ്ഞ്, നാട്ടുകാരും കുഴഞ്ഞ്, അമ്പൂക്കായെ ജയിപ്പിച്ച പാർട്ടിയും കുഴഞ്ഞ്, അമ്പൂക്കയുടെ കൂടെ നിന്നവരും കുഴഞ്ഞ്, അമ്പൂക്കായെ സഹായിക്കണമെന്ന് പറഞ്ഞിറങ്ങിയവരും കുഴഞ്ഞ്, അമ്പൂക്കായെ അനുകൂലിച്ചവരും കുഴഞ്ഞ് എന്ന് മാത്രമല്ല ഒരുമാതിരി കൂഴച്ചക്ക കുഴഞ്ഞതുപോലെ ആയി എന്നതാണൊരു സ്ഥിതിവിശേഷം. കാരണം അമ്പൂക്കയുടെ ആശയങ്ങൾ കണ്ട് ആകൃഷ്ടരായി ആ സ്ഥൈര്യവും ധീരതയും ഒക്കെ മനസ്സിലാക്കിയിരുന്നവർ പിന്നെ അമ്പൂക്ക ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ ചുളിഞ്ഞ് അവസാനം DMKയിലും തൃണമൂലിലും പിന്നെ അതിൻ്റെ അപ്പുറത്തും ഒക്കെ പോയതോടുകൂടി ആകപ്പാട് അമ്പൂക്കയുടെ ഒരു സ്ഥിതി വളരെ വളരെ വ്യത്യസ്തമായി. ഇപ്പോൾ അവസാനം അമ്പൂക്ക ഈ പറഞ്ഞതുപോലെ എന്തൊരു കാര്യത്തിന് വേണ്ടി രാജിവെച്ച് പ്രഖ്യാപനം നടത്തിയോ ആ പ്രഖ്യാപനം നടത്തിയെടുത്തുനിന്ന് തിരിഞ്ഞു നോക്കിയാൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ നിയമമുള്ളിടത്തോ ആണെങ്കിൽ ഇതിൻ്റെ ചിലവ് മുഴുവൻ അമ്പൂക്കയുടെ നിന്ന് ഈടാക്കിയാണ്. കാരണം അമ്പൂക്ക ഒരു നീതിയുടെ വെളിച്ചത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ ആ നീതിയുടെ വെളിച്ചത്തിന് വേണ്ടിയാണ് ഈ സംഗതി ചെയ്തതെങ്കിലും ഈ അടുത്ത സമയത്ത് ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. അതായത് പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു വഴക്കിന് 2 60 വയസ്സുള്ളവർ തമ്മിൽ തെരുവിൽ വെച്ച് ആഞ്ഞിടിച്ച ഒരു വാർത്ത. അത് കണ്ട് എനിക്ക് കൗതുകം തോന്നിയെങ്കിലും അമ്പൂക്കയുടെ കാര്യം വന്നപ്പം എനിക്കതിലൊരു കൗതുകം തോന്നിയില്ല. എന്താ വെച്ചാൽ പണ്ട് മുതലേ ബാപ്പൂട്ടിയോടുള്ള കെറു അത് ഈ 60 വയസ്സായാലും തീരത്തില്ലെന്നുള്ള പകയോടെ ചാടി വീണ് വെട്ടിക്കണ്ടിച്ച് ഒരു പരുവമാക്കി. ഇപ്പം എവിടെയാണ് അമ്പൂക്ക, എന്തിനാണ് മത്സരിച്ചത്, എന്ത് നേടി, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചാൽ ഒരു രക്ഷയില്ല. അപ്പോഴാണ് അമ്പൂക്കായ്ക്ക് ഈ പാവം AP അനിൽകുമാറിനെ കിട്ടിയത്. അനിൽകുമാർ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ചാനലുകാർ ചോദിച്ചപ്പോൾ അമ്പൂക്കായ ഇനി UDF പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ചർച്ചയില്ലല്ലോ, അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം കയറി, അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ഇനി UDF പ്രവേശനം എന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് പത്രക്കാരൊരു എരിവും പുളിയൊക്കെ കെടുത്ത് ഈ എന്താ പറയുന്നത് അമ്പൂക്ക ഇനി UDFൽ പ്രവേശിപ്പിക്കത്തില്ലെന്ന് AP അനിൽകുമാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അമ്പൂക്കായ്ക്ക് അങ്ങനെ AP അനിൽകുമാറെന്നോ KC വേണുഗോപാലെന്നോ എന്തിനാ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് പോലും അമ്പൂക്കായ്ക്ക് ഒരു വ്യത്യാസമില്ല. അമ്പൂക്ക മേളിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ അമ്പൂക്ക മാത്രമേ കാണുന്നുള്ളൂ. പണ്ട് ചന്ദ്രനിൽ പോയതുപോലെ ചന്ദ്രനിൽ ചെന്നവർ മേളിൽ നോക്കിയപ്പോൾ ഭൂമിയെ അവിടെ കണ്ടു എന്ന് പറയുന്ന പോലെ അമ്പൂക്ക മേളിലോട്ട് നോക്കുമ്പോഴെല്ലാം കാണുന്നത് അമ്പൂക്കായെ തന്നെ. അതൊരു പ്രത്യേകമായ മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. അമ്പൂക്ക മനസ്സിലാക്കേണ്ടത് 5 തവണ MLA ആയിട്ടും ഒരഹങ്കാരവുമില്ലാതെ വളരെ സൗമ്യഭാവത്തിൽ ഒരവകാശവാദവുമില്ലാതെ ഒരു ബഹളവും വെക്കാതെ തൻ്റെ ദൗത്യം മന്ത്രി കാറിൽ 2 തവണ കറങ്ങിയിട്ട് പോലും ഒരു വ്യത്യാസവും വരാതെ നിലനിൽക്കുന്നൊരു പൊതുപ്രവർത്തകനാണ് AP അനിൽകുമാർ. എനിക്ക് അദ്ദേഹമായിട്ട് ആജന്മബന്ധമൊന്നുമില്ല. ഏതാണ്ട് 2014-15 മുതൽ അദ്ദേഹത്തെ എനിക്കറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഗുണവും ദോഷവും അത് ഇടത് വലത് പിന്നെ എന്താ പറയുന്നത് BJP മുന്നണിയിലും ആ പാർട്ടിയിലും പെട്ടവരെയൊക്കെ കണ്ടിട്ടുണ്ട്. കാണുന്നവരൊക്കെ നമ്മളൊരു അനുഭവമാവുന്നത് പോലെ നമുക്കും ഒരു അനുഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവകാശവാദവും ഒരു ബഹളവും ഒരൊച്ചപ്പാടും ഒരു സംഗതികളുമില്ല. ഇപ്പം പോലും
10,000-15,000 വോട്ട് പിടിക്കാൻ പോകുന്ന അമ്പൂക്ക എന്തൊരു ബഹളമാണ് അവിടെ വെച്ചത്. എന്നാൽ മറുവശത്ത് ഇതിനൊക്കെ കളമൊരുക്കി ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യം മുതലേ 10,263 ബൂത്തുകളിൽ അതിൻ്റെ ചെയർമാന്മാരെയും കൺവീനർമാരെയും ഒക്കെ എടുത്ത് ഇതെല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചിട്ട് ഒരിക്കൽ പോലും റീലെടുത്ത് തുള്ളിമറിയാനോ ചാടിമറിയാനോ അവകാശവാദം ഉന്നയിക്കാനോ ആവശ്യമില്ലാത്തടത്ത് ഇടിച്ചു കയറി ചെല്ലാനോ ആവശ്യമില്ലാത്തതിൻ്റെ അവകാശവാദം എടുത്ത് അണിയാനോ ഒന്നും AP അനിൽകുമാർ പോയിട്ടില്ല. അതിന് AP അനിൽകുമാറിനെ കൊണ്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളിനെ ഈ പറയുന്ന പോലെ അമ്പൂക്ക ഇനി നിയമസഭ കാണിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അമ്പൂക്ക തന്നെ ഒന്ന് നിയമസഭ കാണുന്നതിനുള്ള മാർഗ്ഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് സ്വയം ആലോചിച്ച് കുറച്ചുകൂടെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് തലയിൽ പ്രത്യേകതരം ചില ആയുർവേദ എണ്ണകളൊക്കെ പുരട്ടി ഒന്ന് സമാധാനമായിരുന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഈ പറയുമ്പോഴെല്ലാം അമ്പൂക്കയെപ്പോലെ ഒരാൾ ഇങ്ങനെയായി പോകരുത് എന്നുള്ള ആഗ്രഹവും ഇഷ്ടവും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പറയുകയാണ്, ശാന്തമായി ഒന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതിപ്പോൾ അമ്പൂക്ക കൂടെ നിന്നവരുടെ എല്ലാം ദേഹത്തിലെ ചൊറിയണം തൂത്തതുപോലെ അമ്പൂക്കായും ചൊറിയുക, കൂടെ നിൽക്കുന്നവരും ചൊറിയുക, എല്ലാവരും ചൊറിയുക. ആ കൂട്ടത്തിൽ പാവപ്പെട്ട അനിൽകുമാറിനെ കൂടി ചൊറിഞ്ഞ് എന്താശ്വാസം കിട്ടാനാണ്? എല്ലാം നാളെ ഉച്ച കഴിയുമ്പോൾ എല്ലാം പകൽ പോലെ വ്യക്തമാവില്ലേ? അത് തന്നെ ധാരാളം. അൻവറേ, മനുഷ്യരുടെ മനസ്സറിയുന്ന, മര്യാദയുള്ള, മാനവികതയുള്ള, അഹങ്കാരമില്ലാത്ത ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ സർവകലാശാലയാണ് ഈ AP അനിൽകുമാർ. അവകാശവാദങ്ങളില്ലാത്ത, ആരോടും മേക്കിട്ട് കയറാനും അധികാരം പ്രയോഗിക്കാനും ഞാൻ ആരൊക്കെയോ ആണെന്ന് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനും ശ്രമിക്കാത്ത വേറിട്ടൊരു പൊതുപ്രവർത്തകൻ. അനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് എൻ്റേത്.